ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഒരാഗ്രഹം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം. ആ ഫ്രീസർ ഒന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും എന്താ എല്ലാം പറക്കി മാറ്റി എനിക്ക് അടുക്കള ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം നിരത്തി എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം ഇവിടെ നിരത്തി. അതിന്റെ ബാക്കിലും കുറെ ഉണ്ട്. ഈ കൊട്ടയുടെ പച്ചക്കറി കൊട്ടയുടെ നല്ല തണുപ്പുണ്ട്. എല്ലാം എന്താ നിരത്തി വെച്ചേക്കുന്നു. ഫ്രിഡ്ജിനകത്ത് തണുപ്പല്ലാതെ പിന്നെ എന്തുവാന്ന് ചോദിക്കും ചിലവർ. എന്താ അയ്യോ ഐസ് കളഞ്ഞെന്തിനും തിരിക്ക് എന്നിട്ട് താഴെ നിങ്ങളാ. ഇത് വല്ല നമുക്ക് കണ്ടോ? ഇല്ല. അതുകൊണ്ടാ പാൽപ്പാടം. ഇതോ കഴിഞ്ഞോ? അതങ്ങ് മേളി വെച്ചോ. കഴിഞ്ഞോ? ഫ്രിഡ്ജിനകത്തുള്ള പച്ചക്കറികൾ ഇതിത്തിരി നേരത്തെ മേടിച്ച് ബീട്രൂട്ട് അതിൻ്റെ കൂടെ ഒരുമിച്ച് വെക്കാം. ഇതും ബീട്രൂട്ടാണ്, ഒരുമിച്ചങ്ങിടാം. ഇത് കാക്കിടി സാലഡ് വെള്ളരി, ഇതും സാലഡ് വെള്ളരി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്യാരറ്റ്, ഇഞ്ചി, മുരിങ്ങയ്ക്ക. ഇതിപ്പോൾ അധികം അഴുക്കൊന്നും അങ്ങനെ ഇല്ല, അതുകൊണ്ടൊന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഞങ്ങൾ ചെയ്യുന്ന വിനാഗിരി ഇട്ട് നമ്മുടെ സാധാ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതിനകത്ത് ലേശം വിനാഗിരി ഇട്ട് ഒന്ന് തുടച്ചെടുക്കും. നന്നായിട്ട് അഴുക്ക് പോകും അങ്ങനെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ നിരങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്ഥലം കുറവാണ്. ഉള്ള സ്ഥലത്ത് ഈ ഗ്ലാസ് ഒക്കെ നമ്മുടെ സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡും സ്പോഞ്ചാണ് ഇട്ട് കഴുകുന്നത്. ഇത് എവിടെത്തിയാ? സെന്ററാണോ? സെന്ററും രണ്ട് സെയിം ആണ് അളവ്. താഴത്തത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പച്ചക്കറി കൊട്ടയാണ്. അടുത്തത് ഞാൻ കഴുകുന്നേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ പറ്റത്തില്ല, ഗ്ലാസ് ആയതുകൊണ്ട്. പാത്രത്തിൽ കോരി മേളിൽ നിന്ന് ഒഴിച്ചാൽ ഇവിടെ ചീറ്റി ഒരുപ്പില്ലല്ലോ. ഇതില് ഇല്ല, തുടച്ചു വെക്കണേ. കഴുകിയിട്ടില്ല. അച്ചാറ് മുട്ടയെല്ലാം തീർന്നു. മുട്ട ഉണ്ട്. $21.5 അല്ലയോ? അകത്ത് കിടക്കുവാണേ. വളഞ്ഞിരിക്കത്തില്ലേ? വളഞ്ഞിരിക്കണമെങ്കിൽ 22. ഈ
ഫ്രിഡ്ജിനകത്തിടുന്ന മാറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ കാണിച്ചായിരുന്നു. ഓരോ ഫ്രിഡ്ജിൻ്റെയും വ്യത്യസ്തമാണ് കേട്ടോ. ഞാനിതൊന്നും നോക്കാതെയാണ് മേടിച്ചത്. ആദ്യമായിട്ട് മേടിക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറേ കാണും. ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് ഇടാനായിട്ട് ഇത് കാണുമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തീർന്നു. ബാക്കിയുള്ള കട്ടിക്ക് എല്ലാം കൂടി എടുത്ത് ജോസാൻ പഴയ ഫ്രിഡ്ജിലും ഇട്ടു. ഈ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളതേ ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചാണ് ഫ്രിഡ്ജ് മാറ്റിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ആ ഇതുണ്ടല്ലോ തട്ട്, അതിൻ്റെ അളവെടുത്തിട്ട് ആ നീളത്തിനങ്ങ് കട്ട് ചെയ്താൽ മതി. ഇതിപ്പം വീതി ഒരിത്തിരി കൂടുതലാണ് ഞാൻ മേടിച്ചതിൻ്റെ. ഞാൻ അങ്ങനെ ഒന്നും നോക്കിയല്ല മേടിച്ചത്. ഓരോ ഫ്രിഡ്ജിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ലിങ്ക് ചോദിക്കുന്നവർക്ക് ഞാനിതാ മേടിച്ചതിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഫ്രിഡ്ജിലും വ്യത്യാസം വരുമേ. ചെറിയ ഫ്രിഡ്ജ്, വലിയ ഫ്രിഡ്ജ്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വീതിയായിരിക്കും. ഇത്രയും വീതി ആവശ്യമില്ല. അപ്പോൾ ഒരെണ്ണമായി കട്ട് ചെയ്തിട്ട നല്ലത്, കാണാൻ ചന്തമുണ്ട്. 15 റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർ ചിന്തിക്കും ഇത് എത്ര നാളായി മേടിച്ചിട്ട് ഇതുവരെ ഇട്ടില്ലയോ എന്ന്. അത് ജോസാൻ എപ്പോൾ ഫ്രീ ആവുന്നോ അന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതുപോലെ അളവെടുത്ത് കട്ട് ചെയ്യണമല്ലോ. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് മറന്നുപോയി കേട്ടോ. ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ ആ ഷീറ്റ് നമ്മൾ മേടിച്ചായിരുന്നല്ലോ അതുകൂടി ഇടാമെന്ന്. ഇത് ഇതേണ്ടേ ഇത്രയും ഇങ്ങോട്ട് ഇറങ്ങി കിടക്കുവാണേ. അപ്പോൾ അത് കട്ട് ചെയ്യണോ മടക്കി വെക്കണോ? ഇപ്പം സൈഡിലോട്ട് കയറ്റി മടക്കി വെക്കാനും ഒക്കത്തില്ലതേ. ഇത്രയും ഇങ്ങനെ എക്സ്ട്രാ കിടക്കുക. അതൊരു ഇച്ചിരി ഒന്ന് ഊഹം വെച്ച് അളവെടുത്താൽ മതി. സാർ കറക്റ്റാണേ. ആ ഗ്ലാസ്സിനകത്ത് കിടക്കത്തക്ക രീതിയിൽ ഗ്ലാസ്സിനകത്ത് കിടക്കണം. 2 സെന്റിമീറ്റർ അകത്ത് കയ്യിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എല്ലാം വെള്ളയായോണ്ടേ ആകെ കൺഫ്യൂസാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോന്നറിയില്ല. ഇതാ കറക്റ്റ് കട്ട് ചെയ്തേ. വീതി ഇത്തിരി കുറച്ചു. താഴത്തേത് കട്ട് ചെയ്തില്ല. അത് ഇത്തിരി വലുതാണല്ലോ നമ്മുടെ പച്ചക്കറി കൊട്ടയുടെ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു. അപ്പം ഇതിനും കട്ട് ചെയ്യണം, ഇതിനും കട്ട് ചെയ്യണം. ഇതിൻ്റെ മിക്കവാറും കട്ട് ചെയ്യേണ്ടി വരും. ഇന്നെനിക്ക് വേറെ കുറേ പണികളുണ്ട്. എന്താണെന്നറിയുമോ? കുറച്ച് ഇഞ്ചി കൂടുതലുണ്ട്. അതിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം എനിക്ക്. ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടാക്കി വെക്കണം. ഞാൻ ഈ ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ ജോസൻ പെട്ടെന്ന് എടുത്ത് തീർക്കും. ചായക്കകത്തിട്ട് തീർക്കും. അതാണ് വലിയൊരു പ്രശ്നം. ഈ റെസിപ്പിക്കൊക്കെ പെട്ടെന്ന് എടുക്കാനാണ് ഞാൻ ഈ ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അത് ദിവസങ്ങൾ കൊണ്ട് തീർക്കും. ജോസൻ ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചായ ഇടുമ്പോഴെല്ലാം അതിനകത്തിട്ട് തീർക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കും എന്ത് ചേച്ചാൽ ഇഞ്ചി എടുക്കുന്നതിനാണോ ഈ കുറ്റം പറയുന്നത്? അതല്ല, റെസിപ്പിക്ക് പെട്ടെന്ന് എന്തെങ്കിലും റെസിപ്പി ചെയ്യണമെങ്കിൽ ഇഞ്ചി പേസ്റ്റോ വെളുത്തുള്ളി പേസ്റ്റോ ഉണ്ടെങ്കിൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഇതടയ്ക്കാം. പാലും കുറേ നേരമായിട്ട് വെളിയിലിരിക്കും. എടുത്ത് വെക്കട്ടെ. ഫ്രിഡ്ജ് മണി അടിക്കുന്നു. പാല് സാധാരണ ഇതിൻ്റെ മേളിലാണ് വെക്കുന്നത്. ഇപ്പം ഇങ്ങോട്ട് ഇരിക്കട്ടെ. അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ലഡു ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ അന്യായ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണേ. 2 ദിവസം കഴിഞ്ഞു കേട്ടോ. ഒരു കുഴപ്പമില്ല. തേങ്ങയുടെയായിട്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസമോ കനച്ച ചെവിയോ ഒന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോഴേ ഞാനിനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല. ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് പോട്ടെ. ജോസൻ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നീ ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് വരുവേ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, നീ നിൻ്റെ പരിപാടി ചെയ്തോന്ന്. പക്ഷേ 2 പേരോടാണ് നിന്ന് ചെയ്തത്. ഇനി കൂടെ നിന്നാലും ശരിയാവത്തില്ല. ബാക്കി കാര്യങ്ങൾ ക്ലീനിങ് എല്ലാം അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തു ഞാൻ. എല്ലാകത്ത് വെക്കേണ്ട സംഭവങ്ങളെല്ലാം. ഇനി ആ ഷീറ്റ് ഇട്ട് ബാക്കിയുള്ള 2 ഷീറ്റ് കൂടി ഇട്ട് പാത്രങ്ങളെടുത്ത് വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഷീറ്റ് കട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ഫ്രിഡ്ജിനും വ്യത്യസ്തമാണ്. എൻ്റെ അടുത്ത് ലിങ്ക് ചോദിച്ചാൽ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അളവായിരിക്കില്ല നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ. അത് നോക്കി തന്നെ മേടിക്കണം. ഇത് വലിയ ഫ്രിഡ്ജായിട്ട് പോലും അതിൻ്റെ വീതി കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. കട്ട് ചെയ്താണ് ഇടുന്നത്. നീളം പരുവത്തിന് അഡ്ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഒരു കളർ എടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അകത്തും വെള്ള കളറ് ഇതും വെള്ള കളറ്. അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ അങ്ങ് എടുത്തതേ ഉള്ളൂ.
ആസ് യൂഷ്വൽ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. കുക്കർ വെച്ച ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ലേശം നെയ്യും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. മറ്റൊന്നുമല്ല, ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നല്ല ഒതൻറ്റിക്കായിട്ട് ബിരിയാണി വെക്കുന്നവരൊക്കെ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വരും, ഇതൊക്കെയാണോ ബിരിയാണി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു മസാല റൈസ് എന്ന് വേണേൽ പറയാം, അതല്ലെങ്കിൽ ബിരിയാണിയുടെ രുചിയിൽ ഒരു റൈസ് എന്ന് വേണേൽ പറയാം, എങ്ങനെ വേണേലും പറയാം. ഇനി എൻ്റെ സ്വന്തം ഭാഷയിൽ പറയുവാണെങ്കിൽ തട്ടിക്കൂട്ട് റൈസ്, അങ്ങനെ വേണേലും പറയാം. അപ്പോൾ അതാ ഇതൊക്കെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇത്തിരി ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം ഉണ്ട്, ഇത്തിരി പെരിഞ്ജീരകവും ഇടാം. ഞാൻ ഇടണമെന്ന് ഓർത്തു, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്താണ്, ഇറച്ചിക്കറിയുടെ കൂട്ടൊന്നും ഒത്തിരി ഒന്നും വഴറ്റണ്ട കേട്ടോ. ഒരു മുക്കാൽ പരുവത്തിൽ താഴെ അത്രയൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും അരച്ച പേസ്റ്റാണ്. എരി നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇടയ്ക്കൊക്കെ ജോസാൻ പറയും ചുമന്ന റൈസ് മാറ്റിയിട്ട് കളറില്ലാത്ത ഒരു റൈസ് ഉണ്ടാക്കിക്കൂടെയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പച്ചമുളക് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ അത് കളറ് മാറി. പിന്നീടാണ് ഞാൻ ഓർത്തത്, അയ്യോ മഞ്ഞപ്പൊടി ഇടണ്ടായിരുന്നല്ലോ എന്ന്. പലതും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓർക്കുന്നത്. അപ്പോൾ ആ പേസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയേ. അപ്പോൾ ഇതാണ് സംഭവം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം മസാലയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗരം മസാല, പിന്നെ ബിരിയാണി മസാല. ഇത് നമ്മുടെ റൈസിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ബിരിയാണി മസാല. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും കിട്ടും, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പൊതുവേ മല്ലിയില പുതിനയിലയൊക്കെ ഇടുവാണെങ്കിൽ ഒരു സ്പെഷ്യൽ മണവും രുചിയൊക്കെ കിട്ടും. എൻ്റെ കയ്യിൽ അതില്ലാഞ്ഞുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ എന്താണ്, ഉള്ളി വറുത്തിടുക, അതല്ലെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ നെയ്യിനകത്ത് ഫ്രൈ ചെയ്തിടുക, അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത്തിരി മുന്തിരി ഞാൻ പട്ടയൊക്കെ ചൂടായ സമയത്തെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ചെയ്യാം. അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ആ സമയത്ത് ഇടാം. എന്താണ്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ വായിക്ക് രുചിയായിട്ട് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് എന്നാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ബിരിയാണി മസാല ഞാൻ പച്ചമുളക് ചേർത്തതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടിയാണ് വേണ്ടതെങ്കിൽ അത് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒരു 1/4 ഭാഗം വഴണ്ട ശേഷം ഒരു ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, നാരങ്ങാ നീര്. തൈരുണ്ടെങ്കിൽ തൈരും ചേർക്കാം കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. നാരങ്ങാ നീരും കൂടി ഒന്ന് ഒഴിച്ച് അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ തക്കാളിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് നല്ലതുപോലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കണക്ക് പ്രത്യേകം ഓർമ്മ നിൽക്കണം. നിങ്ങൾ എത്രയും അരിയാണോ എടുക്കുന്നത് ആ അരിക്കയുടെ കണക്കനുസരിച്ച് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കന് വേണ്ടി 1/2 ഗ്ലാസ് എക്സ്ട്രാ വെള്ളവും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, സവാള വഴറ്റിയപ്പോഴും ലേശം ഉപ്പിട്ടിരുന്നു, ഉപ്പ് ചേർത്ത് ഒരു 1/2 ഭാഗത്തിൽ താഴെ ഇതൊന്ന് വേവട്ടെ. ഫുൾ വേവുന്നത് വരെ ഇട്ടേക്കണ്ട. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ മൊത്തത്തിൽ വെന്തിട്ടില്ല, ഒത്തിരി ഒന്ന് വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ചേർക്കാൻ. ഞാൻ പറഞ്ഞു 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാൻ സാധാ വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നും അല്ല. അതുപോലെ തന്നെ അരി കഴുകി ഒത്തിരി നേരം ഒന്നും വെച്ചിട്ടില്ല, ടൈമില്ലായിരുന്നു. ഇപ്പം തന്നെ കഴുകി ഇപ്പം തന്നെ ഇടുന്ന അരിയാണ്. അപ്പം സാധാരണ ഇങ്ങനെ സ്പെഷ്യൽ റൈസോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു 15 മിനിറ്റെങ്കിലും കുതിർത്ത ശേഷം കണ്ണോപ്പയിൽ വാരി വെച്ച് അന്നേരം നന്നായിട്ട് അരി അങ്ങ് കുതിരും. അപ്പം ഇതിന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അരിയിട്ട് നല്ലതുപോലെ ഉപ്പ് നോക്കണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കണം, അതാണ് കണക്ക്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ലാസ്റ്റിൽ ലേശം നെയ്യ് കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അത് വരുമ്പോഴേ ഓഫ് ചെയ്തേക്കണം. നിങ്ങളുടെ കയ്യിൽ എന്താണ് മല്ലിയില പുതിനയില ഒക്കെ ഉണ്ട്, ചേർക്കാമേ. അപ്പോൾ ഇത് വിസിൽ വരട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ പപ്പടമാണ് ഞാൻ പപ്പടം വറക്കാനായിട്ട് എടുക്കുന്നത്. എൻ്റെ വീട്ടിലെ പപ്പടം വറക്കുക എന്നല്ല, പപ്പടം പൊള്ളിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്നൊന്ന് പറയണേ. ഇത്രയും ചെറിയ പപ്പടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു കൗതുകം തോന്നി മേടിച്ചതാണ്.
അപ്പോൾ പപ്പടം വറുത്ത് കഴിഞ്ഞു. ഈ സമയം കൊണ്ട് ഒരു വിസിൽ ഫുള്ള് വന്നു. അപ്പം തന്നെ ഓഫ് ചെയ്തിട്ടിരുന്നു. ഫുൾ സ്റ്റീം പോയ ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവൂ. പ്രത്യേകിച്ച് ഇങ്ങനെ സ്പെഷ്യൽ റൈസോ ബിരിയാണിയൊക്കെ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് തുറന്ന് കുറേ നേരം വെച്ച ശേഷം ഒരു ഇത്തിരി തണുത്ത ശേഷം നമ്മൾ ഇളക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതൊരു ടിപ്പായിട്ട് വേണം നിങ്ങൾക്ക് കണക്കാക്കാം. ചൂടോടെ ഇളക്കിയാൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഇത്ര തണുത്ത ശേഷം ഒന്ന് ഇളക്കി നോക്കിക്കുക, നല്ല ഒന്നിലൊന്നേ തൊടാതെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ലതായിട്ട് ഒന്നിലൊന്നേ തൊടാതെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ എപ്പോഴും ബിരിയാണി വെച്ച ശേഷം ഒരു 1/4 ഭാഗമെങ്കിലും തണുത്ത ശേഷം നമ്മൾ പാത്രത്തിലോട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ചൂടോടെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്നിലൊന്നേ തൊടാതെ നല്ല പരുവത്തിന് കിടക്കും. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. സത്യം പറയാലോ നല്ല രുചിയായിരുന്നു. ഇതുപോലെ വെച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ഇപ്പോൾ ഈ റൈസാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ റൈസാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഫ്രിഡ്ജും റെഡിയാക്കിയിരുന്നു. ജോസ്റ്റൻ ഷീറ്റെല്ലാം ഇട്ട് തന്നു. ബാക്കി അടുക്കി പറക്കലൊക്കെ എൻ്റെ പണിയായിരുന്നു. ഇടയ്ക്ക് ഞാനത് ചെയ്തു. ഇപ്പോൾ നിലവിൽ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. മേളത്തെ തട്ടിൽ പാല്, താഴെ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അത്, പേസ്റ്റുകൾ, കൊച്ചു കലത്തിലാണ് ചോറ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചോറ് അതുപോലെ ആ കലം അതുപോലെ എടുത്തങ്ങ് വെക്കുമേ. അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിൽ കൂടുതൽ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ്, ബേക്കിംഗ് സോഡ, അതിനകത്ത് കുറച്ച് വിനാഗിരി ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ തേച്ച് കഴുകിയാൽ മതി. നന്നായിട്ട് അഴുക്കളകി വരും. പക്ഷേ ഞങ്ങളുടെ ഫ്രിഡ്ജ് പഴയതായാലും ഇതായാലും അങ്ങനെ ഓവറായിട്ട് അഴുക്കാവാറില്ല. മാസത്തിലൊരിക്കലും ഞങ്ങൾ ക്ലീൻ ചെയ്യുമേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് വൃത്തികെട്ട സ്മെല്ലോ അല്ലെങ്കിൽ അഴുക്കോ ഒന്നും പറ്റാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പലരും എനിക്ക് കമൻ്റ് ഇടുന്നതാണ്, ഫ്രിഡ്ജിൻ്റെ അകം കാണിക്കൂ, ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കൂ, എങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ക്ലീനിങ്ങിൻ്റേതായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് എല്ലാം ഒരുമിച്ചങ്ങാകുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എപ്പോഴും എനിക്ക് കാര്യമായിട്ടാണ് ഫീൽ ആവുന്നത്. കാരണം മറ്റേ കൊച്ചു ഫ്രിഡ്ജ് തിങ്ങി നിറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടേ ഇതിനകത്ത് എത്രയൊക്കെ വെച്ചാലും സ്ഥലം കൂടുതൽ കാണുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കാര്യമായിട്ട് തോന്നുന്നതാണ് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ജോസ ഷീറ്റ് വിരിച്ചതെന്ന് വെച്ചാൽ സാധനങ്ങൾ എടുക്കാൻ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. എന്തുണ്ടെങ്കിലും കമൻ്റ് ഇട്ട് അറിയിക്കാൻ മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.